ഹെന്നേൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് തന്നെ നല്ലൊരു കോണ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോണ് സെലക്ട് ചെയ്യുമ്പം ഈ കോണിൻ്റെ ടിപ്പ് ഭാഗം നല്ല ഷാർപ്പായിട്ടുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മളത് ബേസിക് എലമെൻറ്റ്സ് ആയ തിൻ ലൈൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തിൻ ലൈൻ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. യെസ്, തിൻ ലൈൻ വരയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിൻ ലൈൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളെ കൈ മൂവ് ചെയ്യുക, കോണൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൈ മൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ തിൻ ലൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സർഫസിൽ തട്ടിച്ചിട്ട് വരയ്ക്കരുത്. നമ്മൾ ഈ ഒരു ടൈപ്പിൽ തന്നെ വരച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള തിൻ ലൈൻസ്. ഈ ഒരു രീതിയിലാണ് തിൻ ലൈൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് തിക്ക് ലൈനാണ് കേട്ടോ. തിക്ക് ലൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. തിക്ക് ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 തിൻ ലൈൻ വരച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ പഠിച്ച അതേ ഇത് ഫോളോ ചെയ്തിട്ട് 2 തിൻ ലൈൻ അടുപ്പിച്ച് വരച്ചു കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുക. ഈ ഒരു ഗ്യാപ്പ് ഇട്ട് വരച്ച ശേഷം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് പോവാം. ഇതാണ് നമ്മളെ തിക്ക് ലൈൻ. ഒരു പ്രാവശ്യം കൂടെ വരയ്ക്കാം. രണ്ട് തിൻ ലൈൻ വരയ്ക്കുക. ദെൻ നമ്മളിതാ ഇവിടെ ഫില്ല് ചെയ്തിട്ട് പോവാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കുന്നത്. ഇനി തിൻ ലൈനും തിക്ക് ലൈനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരച്ച് നോക്കാം. ഈ ഒരു രീതിയിൽ വരച്ചാൽ തിക്ക് ലൈനും തിൻ ലൈനും ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മളെ ഹംപ്സ് ആണ്. ഹംസ് വരയ്ക്കുന്നതും നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം
ഈ ഒരു രീതിയിലാണ് ഹംസ് വരയ്ക്കുക. ഇനി ഹംസ് വരയ്ക്കാൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി വളരെ തിന്നായിട്ട് ഒരു ലൈനും കൂടെ മുകളിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തിട്ട് പോവുക. ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡോട്ട്സ്. എവിടെയാണോ നമുക്ക് ഡോട്ട് ഇടേണ്ടത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് കേട്ടോ ഡോട്ട്സിന് ചെയ്യാനുള്ളൂ. ഈ ഒരു രീതിയിൽ വരയ്ക്കുമ്പോഴാണ് നല്ല ബോൾഡായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും.